വേറൊരു ചങ്ങാതി എന്ത് ചെയ്തു? ഖുർആൻ നോക്കി മദ്ഹബ് തള്ളി. അയാൾ നോക്കിയിട്ട് പറഞ്ഞു അസറുകാരൻ 2 റക്അത്ത്. അയാളെ പിന്നെ കാണാതെയായി പോയത്. 2 റക്അത്തും കണ്ടില്ല, പിന്നെ അയാളെയും കണ്ടില്ല. അപ്പൊ സഹോദരന്മാര്, അയാൾ എന്താ ചെയ്യുക? അയാൾ ഖുർആൻ നോക്കി പറഞ്ഞതാണെന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, തീരെ നിസ്കാരം വേണ്ടാതെ കള്ളത്തരീക്കത്തുകാരൻ. അയാൾ നോക്കുന്ന ഖുർആൻ. ഇപ്പൊ നമ്മളെ കക്കാട് തരീക്കത്തുണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് ഞാൻ 9 CD പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പോലെ പണ്ഡിതന്മാരെ തള്ളിയിട്ട് പോയാലുണ്ടാവുന്ന ഭവിഷ്യത്താ പറയുന്നത്. കക്കാടിന്റെ തരീക്കത്തുകാരൻ ഇറങ്ങിയിട്ട് എന്താ പറഞ്ഞ? യൂസുഫ് നബി റസൂൽ അല്ല എന്ന് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. കക്കാട് എന്താ പറഞ്ഞു? ദേഷ്യം പിടിച്ചിട്ട് തലാഖ് ചൊല്ലിയാല്, അത് ദേഷ്യം പിടിച്ചിട്ട് തലാഖ് ചൊല്ലിയാല് പണ്ഡിതന്മാരടുത്തൊന്നും പോയാല് ഒന്നായിട്ട് ജീവിക്കാനുള്ള ഫത്വ കിട്ടൂല. പണ്ഡിതന്മാർ വല്ലാതെ ശുഷ്ക് കാണിക്കാണ്. ശരിക്കും പണ്ഡിതന്മാർക്ക് പിരിവെടുക്കാൻ പോകുന്നതാണ്, വേണ്ട പോലെ മതം പറയുന്നില്ല. അതുകൊണ്ട് ദേഷ്യം പിടിച്ചിട്ട് തലാഖ് ചൊല്ലിയാൽ 3 തലാഖും ചൊല്ലിയാലും 3 പോകുന്നു പറഞ്ഞിട്ട് വല്ലാതെ വിഷമിപ്പിച്ചു കളയുന്ന സാധാരണക്കാരെ. അതുകൊണ്ട് എന്താ വേണ്ടത്? ദേഷ്യം പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു സാധാരണക്കാരെ തലാഖ് ചൊല്ലിയാൽ അതൊക്കെ ഒപ്പിച്ച് വിടുക വേണ്ടത്. കക്കാടിന്റെ വേള തെരീക്കത്ത് കൂടിയ ശേഷമുള്ള പദം ഒപ്പിച്ച് വിടുക വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സീഡിന്റെ പേര് ഷെയ്ഖിന്റെ ലേഖനവും കക്കാടിന്റെ തലാഖും. കാരണം അയാൾ ഒപ്പിച്ച് വിടണമെന്ന് അയാൾ പറഞ്ഞു. അയാൾ പറഞ്ഞു ദേഷ്യം പിടിച്ച് തലാഖില്ല. ദേഷ്യം പിടിച്ചിട്ടല്ലാണ്ട് ആർക്കും തലാഖിയല്ലോ. ആർക്കും ഒരാൾ ദേഷ്യം പിടിക്കാണ്ട് തലാഖിയല്ലോ. ഭാര്യനോട് ദേഷ്യം പിടിക്കാതെ സ്നേഹത്തോടുകൂടെ ആർക്കും തലാഖിയല്ലോ. നല്ല സ്നേഹത്തോടെ കരളേ എന്ന് പറഞ്ഞ ആർക്കും തലാഖിയല്ലോ. തലാഖ് ദേഷ്യം പിടിക്കുന്നതല്ലേ തലാഖ് ചെല്ലുക? അത് ഉറപ്പന്നല്ലേ? അതാർക്കാതിരിയാത്തത്? അപ്പൊ ദേഷ്യം പിടിച്ചിട്ട് തലാഖ് ചെല്ലിയാൽ അതിന്റെ നിയമം എന്താണ്? അത് ഒതുബാനിന്റെ തലാഖിന്റെ നിയമം എന്താണ്? സഹാബത്തിന്റെ ഫത്വയാ. നമ്മളാരെയും ഇമാമിങ്ങൾ സഹാബത്തിൽ പഠിച്ചതാ. അതുകൊണ്ട് തന്നെ 4 മദ്ഹബിനും തർക്കല്ല. 4 മദ്ഹബും പറയുന്നു ദേഷ്യം പിടിച്ചവന്റെ തലാഖ് സംഭവിക്കും. എന്താ കാരണം? സഹാബത്ത് അങ്ങനെ ഫത്വ കൊടുത്തിരിക്കുന്നു. ഒരു സഹാബിമാനെതിരായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സഹാബത്തിന്റെ ഇജ്മാ ആണ് എന്നാ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു തഫ്സീൽ പറഞ്ഞത്. അപ്പൊ ഇമാമിങ്ങളെ തള്ളിയിട്ട് തരീഖത്ത് പോലും. എന്ത് തരീഖത്ത്? ഇമാമിങ്ങളെ തള്ളിയിട്ട് തരീഖത്തുണ്ടോ? ഇരിക്കട്ടെ സഹോദരന്മാരെ. അപ്പൊ ഇങ്ങനത്തെ ജാഹിലീങ്ങൾ വരും, കക്കാടിന്റെ ശൈഖിനെ പോലത്തെ ജാഹിലീങ്ങൾ വരും. എന്നിട്ട് ഇങ്ങനെ ഫത്വ കൊടുക്കും, അങ്ങനെ ആളുകളെ പിഴപ്പിക്കും. ആ പിഴപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ആ ഇമാമിങ്ങൾ ആ 3 നൂറ്റാണ്ടിൽ അധ്വാനിച്ച്, കേട്ടില്ലേ നിങ്ങൾ, വീടും പണയം വെച്ചിട്ട് അവരധ്വാനിച്ച് പഠിച്ച് ദീനിന്റെ ഇൽമു പ്രചരിപ്പിച്ചു. എന്താണ് അവരെ സൂക്ഷ്മത? കക്കാടിന്റെ തരീഖത്ത് കണ്ടാൽ നിങ്ങൾക്ക് കാണാം ഷെയ്ഖും അന്യപെണ്ണും ഒന്നായിട്ടിരുന്ന ഫോട്ടോ. സുബ്ഹാനല്ലാഹ്. അതുപോലത്തെ ഒരുപാട് സംഭവം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മുമ്പിൽ ഒരു മസ്അല ചർച്ച വരുന്നു. എന്താ ചർച്ച? ഒരു പെൺകുട്ടിക്ക് 2 തലണ്ട്. 2 തലണ്ട പെൺകുട്ടിയെ പറ്റി വിധി പറയണം. 2 തലണ്ട്. ആ തലയിൽ ഒരു തല ഒരാൾ വെട്ടിയാൽ എന്താ നിയമം? നിയമം പറയണ്ടേ? 2 തലണ്ട്, 1 വെട്ടിയാൽ എന്താ നിയമം? 2 തലണ്ട്, 1 കൊടുക്കുമ്പോ 2 മുഖം കഴുകണോ? നിയമം പറയണ്ടേ? അത് ഖുർആൻ നോക്കിയാൽ കാണും. ഖുർആനിലുണ്ടോ 2 തലയുള്ള ആളെ നിയമം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഖുർആനിൽ കണ്ടെത്തും, ഹദീസിൽ കണ്ടെത്തും. അങ്ങനെയാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പവർ. ഒരു ദിവസം മൂപ്പര് പോയിട്ട് ഒരു സ്ഥലത്തിന് എന്ത് ചോദിച്ചാലും ഞാൻ ഖുർആൻ കൊണ്ട് പറയുന്നത്. ഏത് മസ്അല വെച്ചാലും ഞാൻ ഖുർആൻ കൊണ്ട് പറയും. അപ്പൊ ഒരാൾ വന്നിട്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇഹ്റാം കെട്ടിയാൽ കടന്നലിനെ കൊന്നാല് അതിന്റെ നിയമം എന്താന്ന് ചോദിച്ചു. ഇഹ്റാം കെട്ടിയാൽ കടന്നലിനെ കൊല്ലാൻ പറ്റുമോ? എന്താണ് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. സുംബൂർ കടന്നലിനെ കൊന്നാലുള്ള നിയമം എന്താണെന്ന് ചോദിച്ചു. എന്ത് ചോദിച്ചാലും ഖുർആൻ കൊണ്ട് മറുപടി വരും, ഹദീസ് കൊണ്ട് മറുപടി വരും, സഹാബത്തിന്റെ ഖൗൽ കൊണ്ട് മറുപടി വരും. മൂപ്പര് പറഞ്ഞതാ. അപ്പോഴേ ഒരാൾ ചോദിച്ചതാ, കടന്നൽ ഇഹ്റാം കെട്ടിയാൽ കടന്നലിനെ കൊല്ലുന്ന നിയമം എന്താ? ഉടനെ ഷാഫി ഇമാം ഓതി, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ കൊണ്ടുവന്ന് സ്വീകരിക്കണം, റസൂൽ എന്താ വിരോധിച്ച് ഒഴിവായിക്കൊള്ളണം. അത് പറഞ്ഞ ഉടനെ ഹദീസിന്റെ പരമ്പര, ഉസ്താദുമാരെ പരമ്പര ധരിച്ചിട്ട് പറയാണ്, ഹദ്ദസനാ സുഫിയാൻ ഇബ്നു ഉയൈന, എന്റെ മക്കയിലെ ഉസ്താദ് സുഫിയാൻ ഇബ്നു റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാനവറുകൾക്ക് ഹദീസ് പറഞ്ഞു കൊടുത്ത് താബിയായ അബ്ദുൽ മലിക് ഇബ്നു ഉമൈർ റബി എന്ന് പറയുന്ന ആളിൽ നിന്ന്, അതേ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അങ്ങനെ താബിഈങ്ങളുടെയും സഹാബത്തിന്റെയും പേരുദ്ധരിച്ചുകൊണ്ട് ഉസ്താദുമാരെ പരമ്പര, എന്റെ ഉസ്താദ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉസ്താദുമാരെ പരമ്പര. ഉസ്താദ് പറഞ്ഞു, ഉസ്താദിന്റെ ഉസ്താദ് അബ്ദുൽ മലിക് പറഞ്ഞു, അവരുടെ ഉസ്താദ് റബീ പറഞ്ഞു, അവരുടെ റബീഇ പറഞ്ഞു, അവരുടെ ഉസ്താദ് ഹുദൈഫ റളിയല്ലാഹു അൻഹു സഹാബി പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇഖ്തദൂ ബില്ലദീന മിൻ ബഅദി അബീബക്കർ വ ഉമർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ ശേഷം അബൂബക്കറിനെയും ഉമറിനെയും നിങ്ങൾ പിന്തുടരണം. അത് ഒരു ഹദീസ്. ആ ഹദീസ് ഉദ്ധരിച്ച ഉടനെ തന്നെ പറയാണ്, മൂന്നാമതായി പറയാണ്, ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ, അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ, അമറൽ മുഹരിമ ബിഖത്ലി സുംബൂർ,
കടന്നലിനെ കൊല്ലാൻ വേണ്ടി ഇഹ്റാം കെട്ടിയവനോട് നിർദ്ദേശം നൽകിയതായി വന്നിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബിനെ തുടരണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആശയം അത് തുടരണമെന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. വമാ അതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ സ്വീകരിക്കണം എന്ന് അതാ ഖുർആൻ